നമസ്കാരം. ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഈ ഡിസംബർ മാസം മുഴുവൻ, അതായത് ഈ 2025 അവസാനത്തെ മാസമാണ് ഈ ഡിസംബർ മാസം എന്ന് പറയുന്നത്. പലർക്കും പലതരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റ്സുകൾ ഉണ്ടാകാം. ഏതെങ്കിലും തരത്തിലുള്ള ചിട്ടികളോ കുറികളോ അതുപോലെ തന്നെ കൊടുത്തു തീർക്കുവാനുള്ള കടങ്ങളോ ബാക്കിയെല്ലാം ഉണ്ടാകും. അടുത്ത വർഷം 2026 ആകുമ്പോഴേക്കും എൻ്റെ പകുതി കടങ്ങളും മാറിക്കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എപ്പോൾ ഈ വീഡിയോ കാണുന്നുവോ അപ്പോൾ മുതൽക്ക് തന്നെ ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു മാജിക്കൽ വാക്ക് പറഞ്ഞു നോക്കുക. പലതരത്തിലുള്ള സ്വിച്ച് വേർഡുകളെക്കുറിച്ചും മാജിക്കൽ വേർഡ്സുകളെക്കുറിച്ചും ഏഞ്ചൽ നമ്പറുകളെക്കുറിച്ചും മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെക്കുറിച്ചുമെല്ലാം ആത്മീക യാത്ര എന്ന നമ്മുടെ ഈ ചാനലിലൂടെ ഞാൻ പറഞ്ഞു വരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ ഇതുപോലുള്ള മാനിഫെസ്റ്റേഷനുകളും സ്വിച്ച് വേർഡുകളും എല്ലാം നമ്മളെ സഹായിച്ചിട്ടുമുണ്ട്. പലർക്കും ഏറ്റവും കൂടുതൽ ഒരു അത്ഭുതം എന്ന് പറയുന്നത് നമ്മുടെ ഈ ചാനലിൽ ഇട്ട വീഡിയോകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിത്തിക ഏഞ്ചലാണ്. നിത്തിക ദേവതയെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുവാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഞാൻ നമ്മുടെ ഈ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട്. പലതരത്തിലുള്ള വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം, അതേപോലെ തന്നെ കുറച്ച് ഹാർഡായിട്ട് നമുക്ക് നമ്മുടെ വലിയ വലിയ കാര്യങ്ങൾ നിറവേറി കിട്ടുവാൻ വേണ്ടി എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാൻ, പെട്ടെന്ന് നമ്മൾ നിത്തിക ദേവതയെ എങ്ങനെ വിളിച്ചു വരുത്തി നമ്മുടെ കാര്യങ്ങൾ നിറവേറ്റിയെടുക്കാം എന്നിങ്ങനെ പല തരത്തിലുള്ള സ്വിച്ച് വേർഡുകൾ നിത്തിക ദേവതയുടെ പറഞ്ഞിട്ടുണ്ട്. മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്തെന്നാൽ ഒരുപാട് പേർക്ക് ഫലം നേടിക്കൊടുത്ത ഒന്നാണ് നിത്തിക ദേവതയുടെ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡിസംബർ മാസം മുഴുവനായിട്ടും ഒരു അത്ഭുത വാക്ക് നിത്തിക ദേവതയോട് നമുക്ക് ചോദിക്കാം അല്ലെങ്കിൽ പറയാം. കാരണം എന്തെന്നാൽ നമ്മുടെ പണം സംബന്ധിച്ചുള്ള എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഒരു പരിഹാര മാർഗം കണ്ടെത്തി തരുവാൻ നമ്മുടെ നിത്തിക ദേവതയെ കൊണ്ട് സാധിക്കുന്നതായിരിക്കും. ഞാൻ ഇപ്പോഴും വീണ്ടും പറയുന്ന ഒരു കാര്യം എന്തെന്നാൽ നിത്തിക ദേവതയെ മാനിഫെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പണ ആവശ്യങ്ങളെ നിറവേറ്റാൻ വേണ്ടി മാത്രമായിരിക്കണം. വേറെ ഏതു തരത്തിലുള്ള കാര്യങ്ങളും നിത്തിക ദേവതയോട് ചോദിച്ചാൽ ഒരു പക്ഷേ അത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടണം എന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആവർത്തിച്ച് പറയുന്നത് നിത്തിക ഏഞ്ചൽ എന്ന് പറയുന്നത് പണത്തിൻ്റെ ദേവതയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഡിസംബർ മാസം മുഴുവൻ നമുക്ക് 2026 സമാധാനത്തോടു കൂടിയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഇന്ന് തൊട്ട്, അതായത് ഇന്ന് 2-ാം തീയതി, ഈ ഒരു മാസം മുഴുവൻ ജനുവരി 1-ാം തീയതി വരേക്കും തുടർച്ചയായിട്ട് ഒരു ദിവസം പോലും നമുക്ക് ഇടവേള എടുക്കാതെ തുടർച്ചയായിട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ നമുക്ക് ഒരുമിച്ച് നിത്തിക ഏഞ്ചലിനെ മാനിഫെസ്റ്റ് ചെയ്യാം. എന്തിനു വേണ്ടി? നമ്മുടെ പണ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി. ഏതു സമയത്ത് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞ ഒരു കാര്യമാണ്, നിത്തിക ദേവത എന്ന് പറയുമ്പോൾ ഒരു പണത്തിൻ്റെ ദേവതയാണെങ്കിൽ പോലും അതൊരു സ്പിരിറ്റാണ്, ഒരു ഗുഡ് സ്പിരിറ്റാണ്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് രാത്രികളൊന്നും പോകാതെ ഒന്നുകിൽ ബ്രഹ്മമുഹൂർത്ത സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഈ രാത്രി ഉറങ്ങുവാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒരു 10:30 മാക്സിമം ഒരു 11 മണി ഈ സമയത്തിനുള്ളിൽ നമുക്ക് നിത്തിക ദേവതയെ മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് വ്യക്തമായിട്ടും അറിയാം നമുക്ക് ഈ ഒരു മാസത്തിൽ എത്ര രൂപ ആവശ്യമുണ്ട് എന്നുള്ള കാര്യം. ആ തുക നമ്മൾ ഇന്നു തന്നെ, നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോയിൽ കാണുന്നത് ഇന്നു തന്നെ നമ്മുടെ മാനിഫെസ്റ്റേഷൻ എഴുതുന്ന നോട്ട് പുസ്തകത്തിൽ നമ്മുടെ തുകകൾ എഴുതാം. ചിലർക്ക് 50,000 രൂപ കിട്ടിയാൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടും. ചിലർക്ക് 1 ലക്ഷം രൂപ കിട്ടിയാൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടും. ചിലർക്ക് 10 ലക്ഷം രൂപ, ചിലർക്ക് 15, 50 എന്നിങ്ങനെ ഒരുപാട് തുകകൾ ആവശ്യമുള്ളവരും ഇല്ലാത്തവരും ഉണ്ടാകും. അങ്ങനെയുള്ള തുകകൾ നമ്മൾ ആ നോട്ട് പുസ്തകത്തിൽ ഒരു ശുദ്ധമായ പേപ്പറിൽ, അതായത് വേറെ ഒന്നും ആ പേപ്പറിൽ എഴുതിയിരിക്കരുത്, നമ്മൾ ഇങ്ങനെ എഴുതാം: എനിക്ക് ഈ മാസം അവസാനമാകുമ്പോഴേക്കും എത്ര രൂപയാണ്? 10 ലക്ഷം രൂപ ആവശ്യമുണ്ട്. ഇത് തന്നു സഹായിച്ച നിത്തിക ദേവതയോട് ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു എന്നെഴുതാം. അതായത് എനിക്ക് ഡിസംബർ മാസം 31-ാം തീയതിക്കുള്ളിൽ 10 ലക്ഷം രൂപ ആവശ്യമുണ്ട്. എനിക്കിത് തന്ന് അനുഗ്രഹിച്ച നിത്തിക ദേവതയോട് ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു എന്നിങ്ങനെ ഒരൊറ്റ പ്രാവശ്യം എഴുതാവുന്നതാണ്. ഇന്ന് ഒരു ദിവസം മാത്രം നമ്മളിത് എഴുതിയാൽ മതിയാകുന്നതാണ്. ദിവസവും എഴുതണമെന്നില്ല. ഒരു ദിവസം മാത്രം എഴുതി വയ്ക്കുക. അതും നമ്മൾ എപ്പോഴാണോ ഈ ഒരു മാനിഫെസ്റ്റേഷൻ തുടങ്ങുന്നത് ആ ദിവസങ്ങളിൽ എഴുതി വയ്ക്കാവുന്നതാണ്. ഏത് നിറത്തിലുള്ള മഷി വേണമെങ്കിലും എടുക്കാം, പക്ഷേ കറുപ്പ് നിറത്തിലുള്ള മഷി ഒരിക്കലും എടുക്കരുത്. പിന്നീട് നമ്മൾ ശുദ്ധവും ശാന്തവുമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് നിങ്ങൾ ഈ എഴുതി വെച്ച തുക, ആ നോട്ട് പുസ്തകം നമ്മുടെ മുൻപിലേക്ക് നിവർത്തി വയ്ക്കുക.
പിന്നീട് ആ നോട്ട് പുസ്തകത്തിൽ നമ്മൾ എഴുതിയിരിക്കുന്ന ആ വരികളെ നോക്കിക്കൊണ്ട് പതുക്കെ കണ്ണുകൾ അടച്ച് ഒന്ന് ശ്വാസം എടുക്കുക. നമ്മുടെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിച്ചതിനു ശേഷം നമ്മൾ കണ്ണുകൾ അടച്ച് നമുക്ക് ആവശ്യമായ തുക ഈ മാസ അവസാനത്തിനുള്ളിൽ നമ്മളെ തേടി വരുന്നത് പോലെയും ആ തുക നമ്മൾ സ്വീകരിക്കുന്നത് പോലെയും നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളും എല്ലാം ഈ തുക കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നത് പോലെയും ഈ തുക കൊണ്ട് കടങ്ങൾ മാത്രമല്ല വീട്ടുന്നത്, നമുക്ക് ആവശ്യമായ നമ്മൾ ഒരുപാട് കാലമായി ആഗ്രഹിച്ച സാധനങ്ങൾ നമ്മൾ വാങ്ങിയെടുക്കുന്നത് പോലെയും അതൊരു സ്വർണ്ണാഭരണമാണെങ്കിൽ പോലും അത് അണിഞ്ഞു നോക്കുന്നത് പോലെയും ആ സന്തോഷത്തിൽ നമ്മളൊന്ന് ഫോട്ടോ അല്ലെങ്കിൽ സെൽഫി എടുക്കുന്നത് പോലെയും അതുപോലെ തന്നെ മറ്റുള്ളവരെ കാണിച്ച് അതിൻ്റെ സന്തോഷം പങ്കുവെക്കുന്നത് പോലെയും എല്ലാം നമ്മളൊന്ന് മാനിഫെസ്റ്റ് വിഷ്വലൈസേഷൻ ചെയ്യാവുന്നതാണ്. ഇത് ഓരോ ഘട്ടമായിട്ട്, അതായത് നമ്മൾ ആദ്യം പതുക്കെ കണ്ണുകളടയ്ക്കുന്നു, പിന്നീട് നമ്മളെ തേടി ഒരു ദേവത, നിങ്ങൾക്ക് ഏത് നിറത്തിലുള്ള വസ്ത്രങ്ങൾ വേണമെങ്കിലും ആ ദേവതയ്ക്ക് നിങ്ങളുടെ ഭാവനയിൽ കൊണ്ടുവരാം. മഞ്ഞൾ നിറത്തിലാണോ, സ്വർണ്ണ നിറത്തിലാണോ, ചുവന്ന നിറത്തിലാണോ, വെള്ള നിറത്തിലാണോ, ആ ദേവത നമുക്ക് ആവശ്യമായ തുകയെടുത്ത് നമ്മളുടെ അടുത്തേക്ക് വരുന്നത് പോലെ നമ്മളൊന്ന് സങ്കല്പിക്കുക. വളരെ ശാന്തമായ മനസ്സോടുകൂടി ആ പണം നമ്മൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നത് പോലെയും നമ്മൾ ആ ദേവതയോട് നന്ദി രേഖപ്പെടുത്തുന്നത് പോലെയും വളരെ സന്തോഷത്തോടുകൂടി ആ ദേവത നമ്മളെ അനുഗ്രഹിക്കുന്നത് പോലെയും നമ്മുടെ പണക്കഷ്ടമെല്ലാം മാറിക്കിട്ടുന്നത് പോലെയും നമുക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കുന്നത് പോലെയും എല്ലാം നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം അപ്പോൾ നമുക്കൊരു സന്തോഷം അനുഭവപ്പെടും. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ആവശ്യമായതെല്ലാം നിറവേറി കിട്ടുമ്പോൾ അത് നമ്മുടെ മുഖത്ത് തിരിച്ചറിയുവാൻ സാധിക്കും. ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെ നമ്മളിങ്ങനെ പറയുക: ഡിയർ നിത്തിക, ഞാൻ ആവശ്യപ്പെട്ട 10 ലക്ഷം രൂപ എന്നിലേക്ക് എത്തിച്ചു തന്നതിന് കോടാനുകോടി നന്ദി. ഡിയർ നിത്തിക, ഞാൻ ആവശ്യപ്പെട്ട 10 ലക്ഷം രൂപ എന്നിലേക്ക് എത്തിച്ചു തന്നതിന് കോടാനുകോടി നന്ദി. ഡിയർ നിത്തിക, ഞാൻ ആവശ്യപ്പെട്ട 10 ലക്ഷം രൂപ എന്നിലേക്ക് എത്തിച്ചു തന്നതിന് കോടാനുകോടി നന്ദി എന്നിങ്ങനെ വെറും ഒരു 5 മിനിറ്റ് മാത്രം നമുക്ക് പറയാം. ഇതിൽ കൂടുതൽ സമയം എടുക്കണമെന്നൊന്നും ആവശ്യമില്ല. നമ്മൾ ഏത് എണ്ണവും കൗണ്ട് ചെയ്യേണ്ട ആവശ്യവുമില്ല. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം നമ്മൾ നിത്തികാ ദേവതയുടെ ആ ഒരു മാജിക്കൽ വാക്ക് അല്ലെങ്കിൽ മന്ത്രവാക്ക് എന്ന് പറയും, അതൊന്ന് പറയാവുന്നതാണ്. ലിറാഷ് താസ വേഫ വേ നിത്തിക. ലിറാഷ് താസ വേഫ വേ നിത്തിക. ലിറാഷ് താസ വേഫ വേ നിത്തിക. ഈ ഒരു മന്ത്രവാക്ക്, അതായത് നിത്തികാ ദേവതയുടെ ഒരു മാജിക്കൽ മന്ത്രവാക്ക് നമുക്ക് 21 പ്രാവശ്യം പറയാം. ഇത് പറയുമ്പോഴും നിങ്ങളുടെ മനസ്സിലെ ശ്രദ്ധ എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകരുത്. ആ 10 ലക്ഷം രൂപയിൽ അല്ലെങ്കിൽ നമുക്ക് എത്ര രൂപയാണോ ആവശ്യം ആ തുകയിൽ തന്നെയാണ് ഉറപ്പിച്ച് നിർത്തേണ്ടത്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം നമ്മൾ വീണ്ടും താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ് എന്നിങ്ങനെ നമുക്ക് പറയാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ ആദ്യത്തെ ദിവസം തുടങ്ങുക. വീണ്ടും ഈ 31 ദിവസം അല്ലെങ്കിൽ 30 ദിവസം അല്ലെങ്കിൽ 28 ദിവസം അല്ലെങ്കിൽ എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അന്ന് മുതൽക്ക് ഈ മാസ അവസാനം വരെയും നിങ്ങളിത് തുടരുക. സമയം ഏകദേശം ഒരേ സമയത്തെടുക്കുക. അതായത് ഇന്ന് രാത്രി ഒരു 9 മണിക്കാണെങ്കിൽ നാളെ ഒരു 9, 9:30, 10 മണിക്കുള്ളിൽ, അങ്ങനെ ഒരുപാട്, അതായത് ഇന്ന് രാവിലെ ചെയ്തു നാളെ വൈകുന്നേരം ചെയ്യുമോ അങ്ങനെ വേണ്ട. ഒരു ഏകദേശ കണക്കിലെടുത്തുകൊണ്ട് ഒരുമിച്ച് കൊണ്ടുപോകുവാനായിട്ട്, ബാലൻസ് ചെയ്യുവാനായിട്ട് നമ്മളൊന്ന് ശ്രമിക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിത്തികാ ദേവത നമ്മുടെ പ്രാർത്ഥനകൾ അത് എന്താണെങ്കിലും, അതായത് എത്ര രൂപയാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്, ന്യായമായ തുകയായിരിക്കും നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ എനിക്ക് 1 കോടി രൂപ വേണമെന്നുണ്ടെങ്കിൽ ആ 1 കോടി നമ്മളിലേക്ക് വന്നു ചേരുവാനുള്ള ആ ഒരു ന്യായമായ രീതി നമ്മളിലേക്ക് ഉണ്ടോ എന്ന് നമ്മൾ തന്നെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടതാണ്. നമ്മുടെ പ്രശ്നങ്ങൾ എത്രയാണോ അത് തീർക്കുവാനുള്ള പണം, നമ്മൾ എങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിക്കണം അതിനു വേണ്ടിയുള്ള പണമാണ് നമ്മൾ നിത്തികാ ദേവതയോട് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമായ തുക കൃത്യമായിട്ട് എഴുതി വെച്ചതിനു ശേഷം ആ നോട്ട് പുസ്തകം നോക്കി നിങ്ങൾ ദിവസവും നിത്തികാ ദേവതയെ ഈ രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. ഇനി നിങ്ങൾക്ക് കൂടുതൽ കുറച്ചും കൂടി നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
പച്ച നിറത്തിലുള്ള ഒരു കാൻഡിൽ കത്തിച്ചു വെച്ച് അതിന് മുന്നിൽ ഇരുന്നു കൊണ്ട് അത് നിത്യാ ദേവതയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യാവുന്നതാണ്. പക്ഷെ അത് നിർബന്ധമില്ല, സാധിക്കുമെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങനെ ചെയ്യാം. ഞാൻ ഇതുപോലെ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ വെളുത്ത നിറത്തിലുള്ള കാൻഡിലേ ഉള്ളൂ, മെഴുകുതിരിയേ ഉള്ളൂ എന്നെല്ലാം പറഞ്ഞിരുന്നു. വെളുത്ത നിറത്തിലുള്ളതാണെങ്കിൽ വേണ്ട, പച്ച നിറത്തിലുള്ളതാണെങ്കിൽ മാത്രം നമുക്ക് എടുക്കാവുന്നതാണ്. കാരണം പച്ച എന്ന് പറയുന്നത് പണത്തെ ആകർഷിച്ച് നമ്മളിലേക്ക് കൊണ്ടെത്തിക്കുവാൻ സാധിക്കുന്ന ഒരു നിറമാണ്. അതുകൊണ്ടാണ് ഞാൻ പച്ച നിറ കാൻഡിൽ എടുക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യുവാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ പറയുവാൻ വിട്ടുപോയി. ഒരു പക്ഷേ നിങ്ങൾ ഒരു 50,000 അല്ലെങ്കിൽ ഒരു 5,000 അല്ലെങ്കിൽ ഒരു 1,000 രൂപയോ ആണ് ആവശ്യപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെ ആവില്ല. കാരണം ഈ ഒരു മാസത്തിനുള്ളിൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടുവാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പണം ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ തുകയിൽ നമുക്ക് ഒതുങ്ങി നിൽക്കില്ല. എങ്കിലും നിങ്ങൾ ഒരു പരീക്ഷണത്തിന് വേണ്ടി ഒരു 1,000 ചോദിച്ചു, 5,000 ചോദിച്ചു, 50,000 ചോദിച്ചു, ഇത് ഞാൻ 4-5 ദിവസം ചെയ്യുമ്പോഴേക്കും എനിക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ കൂടുതൽ തുക ആവശ്യമാണെങ്കിലും നമുക്ക് ഈ ഒരു കാര്യം വീണ്ടും ഈ ഒരു മാസം മുഴുവൻ തുടരാവുന്നതാണ്. ഇനി ഒരു പക്ഷേ ചെറിയ ചെറിയ തുകകളാണെങ്കിൽ പോലും 24 മണിക്കൂറിനകം നമ്മൾ ആവശ്യപ്പെട്ട തുക നമ്മളിലേക്ക് തേടിയെത്തും എന്നാണ് പറയുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, ഈ തേടിയെത്തും, നമ്മളിലേക്ക് എത്തിച്ചേരും എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ വീട്ടിൽ വെറുതെ ഇരുന്നു കൊണ്ട് നമ്മളെ തേടി പണം വരുമെന്ന് സങ്കല്പിച്ച് വെറുതെ ഇരുന്നാൽ പോരാ, മറിച്ച് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഹാർഡ് വർക്കുകളെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. ഇതിനോടൊപ്പം നിത്യാ ദേവതയുടെയും ഈ പ്രപഞ്ചത്തിൻ്റെയും അനുഗ്രഹത്തോടു കൂടി നമുക്ക് ആവശ്യപ്പെട്ട തുക നമ്മളിലേക്ക് എത്തും. അതെങ്ങനെ? ഒന്നുകിൽ ശമ്പള വർധനവ്, അല്ലെങ്കിൽ സമ്മാനങ്ങളായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ലക്കായിട്ട് ഏതെങ്കിലും ഒരു വഴിയിലൂടെ പണം വന്നു ചേരും. ഇങ്ങനെ നമുക്ക് പല തടസ്സങ്ങൾ, അതായത് പണ തടസ്സങ്ങൾ പല വഴികളിൽ അടഞ്ഞു കിടക്കുന്നുണ്ടാകും. ആ തടസ്സങ്ങളെല്ലാം മാറ്റി പണം നമ്മളിലേക്ക് ഒഴുകിയെത്തുവാൻ സഹായിക്കുന്ന ഒരു അത്ഭുത നിത്യാ ദേവതയുടെ മാനിഫെസ്റ്റേഷൻ മെത്തേഡിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കണ്ടുവന്നത്. നിങ്ങളെല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആർക്കും തന്നെ നിരാശപ്പെടേണ്ടി വരില്ല എന്ന് ഉറപ്പിച്ച് പറയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ, ഏഞ്ചൽ നമ്പറുകൾ, സ്വിച്ച് വേർഡുകൾ, ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ, താന്ത്രികങ്ങൾ, വഴിപാടുകൾ, മന്ത്രജപങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം.